വെറുതെ വിട്ടു. വെറുതെ വിട്ടാ ശിക്ഷ കിട്ടുമെന്നാണ് വിചാരിച്ചിരുന്നത്. കേട്ടിടത്തോളം ദിലീപ് കുറ്റക്കാരനായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ കോടതിയല്ലേ, എത്രയോ പേര് നമ്മുടെ കൺമുമ്പിൽ കൂടി കുറ്റം ചെയ്തവരും വെറുതെ പോണ്, കുറ്റം ചെയ്യാത്തവരെ പിടിച്ചകത്തിടുന്നു. ഇതിപ്പോൾ നമുക്കെന്ത് അറിയാൻ പറ്റും? അവരുടെ രഹസ്യ കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റില്ലല്ലോ. ദിലീപിൻ്റെ ഒരു കോടിക്കണക്കിന് രൂപയുണ്ട്. അപ്പോൾ പിന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ദിലീപേട്ടൻ നല്ലൊരു അച്ഛനാണ്. അപ്പോൾ മീനൂട്ടിക്ക് എന്താ പറയുക, മീനൂട്ടീനെ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു ലേഡീസിൻ്റെ അടുത്ത് പെരുമാറാൻ പറ്റില്ല. സപ്പോർട്ട് ചെയ്ത് മീഡിയക്കാർ സഹിതം പറയുന്നത് എന്തായിരിക്കും, പൈസ കൊടുത്തിട്ടാണെന്ന്. അതെ, വിധി വന്നിരിക്കുന്ന അനുകൂലമായിട്ട് വിധി വന്നിരിക്കുന്നത് ക്യാഷ് കൊടുത്തിട്ടാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. അമ്മ സംഘടനയിലേക്ക് തിരിച്ചെടുക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് നമുക്കിനി വേണ്ടത്. പൂർവാധികം ശക്തിയോടെ മലയാള സിനിമ ഇനിയും വീണ്ടും പോകണം. നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിലെ വിധി ഇന്ന് വന്നിരിക്കുകയാണ്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരെന്നും 8ാം പ്രതിയായ ദിലീപ് കുറ്റവിമുക്തനുമായിരിക്കുകയാണ്. നമുക്ക് ചോദിച്ചറിയാം, ഈ വിധി ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ അതോ ഇല്ലയോ എന്ന്. വെറുതെ വിട്ടാ ശിക്ഷ കിട്ടുമെന്നാണ് വിചാരിച്ചിരുന്നത്. കേട്ടിടത്തോളം ദിലീപ് കുറ്റക്കാരനായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ കോടതിയല്ലേ, എത്രയോ പേര് നമ്മുടെ കൺമുമ്പിൽ കൂടി കുറ്റം ചെയ്തവരും വെറുതെ പോണ്, കുറ്റം ചെയ്യാത്തവരെ പിടിച്ചകത്തിടുന്നു. ഇതിപ്പോൾ നമുക്കെന്ത് അറിയാൻ പറ്റും? അവരുടെ രഹസ്യ കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റില്ലല്ലോ. ദിലീപിൻ്റെ ഒരു കോടിക്കണക്കിന് രൂപയുണ്ട്. അപ്പോൾ പിന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ദിലീപേട്ടൻ നീതി കിട്ടണമെന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഞങ്ങൾ രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു, മാറി നിൽക്കുമായിരുന്നു. ദിലീപ് അത് ഒരുപാട് സന്തോഷം. കാരണം കുറ്റം ചെയ്യാതെ അദ്ദേഹം ഒരിക്കലും ഇത് ചെയ്തിട്ടില്ലെന്ന് ആദ്യം തൊട്ട് അവസാനം വരെ ഈ നിമിഷം വരെ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങൾ. എന്നെപ്പോലെ തന്നെയാണ് ഇവരെല്ലാവരും. ഞങ്ങൾ ഫാൻസൊന്നും അല്ല, പക്ഷേ പുള്ളിയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പേഴ്സണലി ഒരുപാട് കാര്യങ്ങൾ പുള്ളി ചാരിറ്റി ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുകയും ചെയ്യും. അങ്ങനെ അതുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ പുള്ളിയുടെ സിനിമകൾ നമുക്ക് എല്ലാവർക്കും എൻ്റർടൈൻമെൻറ്റ് ചെയ്യാവുന്ന ഒരു സിനിമയല്ലേ അദ്ദേഹത്തിൻ്റെത്. അപ്പം അങ്ങനെയും കൂടി ഇഷ്ടമാണ്. ഒരിക്കലും പുള്ളി ഇതിലോട്ട് വരില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്തുവാനും ദൈവത്തിന് നന്ദി. ദിലീപേട്ടൻ നല്ലൊരു അച്ഛനാണ്. അപ്പോൾ മീനൂട്ടിക്ക് എന്താ പറയുക, മീനൂട്ടീനെ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു ലേഡീസിൻ്റെ അടുത്ത് പെരുമാറാൻ പറ്റില്ല. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതാക്കിയ കാര്യങ്ങൾ. അപ്പോൾ അതിൽ വിശ്വസിച്ച് ഞങ്ങൾ ഇതുവരെ ഇത്രയും നാൾ ഈ 8 വർഷമായിട്ട് ഞങ്ങൾ ദിലീപേട്ടൻ്റെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്ത്. മീഡിയക്കാർ സഹിതം പറയുന്നത് എന്തായിരിക്കും, പൈസ കൊടുത്തിട്ടാണെന്ന്. അതെ, വിധി വന്നിരിക്കുന്ന അനുകൂലമായിട്ട് വിധി വന്നിരിക്കുന്നത് ക്യാഷ് കൊടുത്തിട്ടാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് കോടതിയുടെ ആവശ്യമില്ല, അല്ലേ? അപ്പം പുള്ളി അങ്ങനെ ചെയ്യത്തില്ലെന്ന് ദൈവത്തിൻ്റെ ഭാഗത്ത് ഒരു വിധി നടപ്പാക്കിയത്. അപ്പം പുള്ളി വിജയിച്ചു. കാരണം പുള്ളി ഒരിക്കലും അന്ന് തന്നെ അത്രയും ദിവസങ്ങൾ 85 ദിവസം അദ്ദേഹം അവിടെ കിടന്ന് നരയ്ക്കുക എന്ന് പറഞ്ഞാൽ നിരപരാധിയായിട്ടുള്ളൊരു വ്യക്തി അവിടെ കിടന്ന് നരയിച്ചത്. അപ്പം ഇതെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുമല്ലേ. എന്നാലും വളരെ സന്തോഷമുണ്ട്. ദിലീപേട്ടൻ്റെ കരിയറിൽ 8 വർഷം പോയി. അത് ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ വിധി എന്തായാലും പോസിറ്റീവായിട്ട് തന്നെ വന്നു, വെറുതെ വിട്ടു. പക്ഷേ 8 വർഷം അനുഭവിച്ചത് അത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് ആര് ചെയ്ത തെറ്റായാലും ആരുടെ ബുദ്ധിയാണ് ഇതിൻ്റെ പുറകിലെങ്കിലും അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതിൽ മാത്രമേ നമുക്ക് വിഷമമുള്ളൂ. വിധി വന്ന് ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. കുറച്ച് ലേറ്റായി പോയെങ്കിലും ദിലീപ് നിരപരാധിയാണെന്ന് തെളിഞ്ഞെങ്കിൽ വളരെയധികം സന്തോഷിക്കുന്നു. രണ്ടുപേർക്കും നമുക്ക് അമ്മ സംഘടനയുള്ള സിനിമയിലുള്ള ആൾക്കാരാണ്. നമുക്ക് രണ്ടുപേരും വേണം. അപ്പോൾ രണ്ടുപേർക്കും നീതി കിട്ടി. ഇപ്പോൾ കുറ്റക്കാർ അല്ലെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനി പറയാനുള്ളത് അമ്മ സംഘടനയിലുള്ള എല്ലാവരും ദിലീപേട്ടൻ്റെ അമ്മ സംഘടനയിലേക്ക് തിരിച്ചെടുക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് നമുക്കിനി വേണ്ടത്. പൂർവാധികം ശക്തിയോടെ മലയാള സിനിമ ഇനിയും വീണ്ടും പോകണം. വെറുതെ എന്താ പറയാ, നല്ല കാര്യം. നല്ലൊരു നടനല്ലേ, ജനപ്രിയ നടനാണ്. എനിക്ക് ഇഷ്ടമാണ്. ഒരു പടം ഒരു ഫാമിലി ആയിട്ട് കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റും. ദിലീപിൻ്റെ പടം മാത്രമേ ഉള്ളൂ. ദിലീപിന് ഇഷ്ടമാണ്. അയാളുടെ ഭാഗത്ത് ന്യായം ഉണ്ടാവുമായിരിക്കും. കാരണം അത് ഇപ്പുറത്ത് നിൽക്കുന്നത് പണമാണ്, സാമ്പത്തികമാണ്. അതവിടെ എത്തണമെങ്കിൽ ഇതിനോട് മത്സരിക്കാൻ പറ്റില്ല. നമ്മളിവിടെ എത്രയോ വൻകിട പല പ്രശ്നങ്ങൾ ഇതുപോലെ കണ്ടിട്ടുണ്ട്. കുറ്റവാളിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നവരും തലതിൽ പോണില്ല. എന്ന് വെച്ചാൽ ദിലീപിനെ പോലെ ഒരു കഴിവുള്ള ആളെ ശിക്ഷിച്ച് ജയിലിലിട്ട അയാളുടെ ജീവിതം നശിപ്പിക്കാനൊന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. മലയാള സിനിമയിലെ ഏറ്റവും കഴിവുള്ള ആളായിരുന്നു അയാൾ. മമ്മൂട്ടിനെയും മോഹൻലാലിനെയും വെട്ടുന്ന എല്ലാവിധ കഴിവുകളും ഉണ്ടായി. അത് ഈ ഒരു കുറ്റത്തിൽ കൊണ്ട് ഇല്ലാണ്ടാക്കണമെന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ശിക്ഷയെങ്കിലും അയാൾക്ക് കൊടുക്കേണ്ടതാണ്. വാക്കാലെങ്കിലും തടഞ്ഞു വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
അതുകൊണ്ട് ഈ വിധിയിൽ അത്ര വലിയ തൃപ്തിയൊന്നുമില്ല.